ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് റാണിപുരത്താണ്. റാണിപുരത്ത് ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഇതളെ നിങ്ങളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത വ്യൂ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓർമ്മിച്ച് വെക്കുക. വെൽക്കം ടു റാണിപുര. ലോക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ വ്യൂ. അങ്ങനെ ഞങ്ങൾ റാണിപുരത്ത് പോവാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും റാണിപുരത്തേക്ക് 75 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 1.5 മണിക്കൂർ സ്കൂട്ടറിൽ 3 വണ്ടികളിലായിട്ട് യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരനും പോയത്. മൊത്തം 6 പേരുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ 9 മണിക്കാണ് ഓപ്പൺ ആവുന്നത്. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. അവിടുത്തെ തണുപ്പും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളൊരു 9 മണിയായപ്പോൾ ഞങ്ങളൊരു കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. അവിടെ നിന്ന് ദോശയും അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരന് ഫുഡ് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഞങ്ങളിപ്പോൾ റാണിപുരത്തേക്ക് പോവുകയാണ്. അങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോൾ രണ്ടുപാടും അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ചകൾ, കണ്ണിന് കുളിരഞ്ചിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അവിടെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ 2-3 സ്കൂട്ടറുകളിലായി ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ റാണിപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഞങ്ങളുടെ കാസർഗോഡ് മിനി ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലൈമാറ്റും അതുപോലെ ഏകദേശം ഒരു വല്ലാതെ എക്സ്പീരിയൻസ് ആണ് അവിടെ. ഞങ്ങൾ റാണിപുരത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് റാണിപുരം. പച്ചപ്പിൽ പുതഞ്ഞ മരനിരകളും അതുപോലെ മേഘങ്ങളെ വരവേൽക്കുന്ന മലനിരകളും ഒട്ടേറെ ശാന്തി നേർന്ന ഒരു വളരെ നല്ല പ്രദേശമാണ്. അതാണ് ഞങ്ങൾ പോകേണ്ട റാണിപുരം നിങ്ങൾ കാണുന്നുള്ളത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു പട്ടി. അപ്പോൾ അവിടെ അതിൻ്റെ കുസൃതികളൊക്കെ ഞങ്ങൾ കണ്ടു. അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 60 രൂപയാണ് അവിടെ ചാർജ്. കുട്ടികൾക്ക് അറിയില്ല എത്ര ചാർജ്. ഇതാണ് റാണിപുരത്തെ എൻട്രൻസ് എന്നുള്ള പറയുന്നുള്ളത്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അകത്തേക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും കടത്തി വിടില്ല. അപ്പോൾ അവിടെ ബ്ലൂടൂത്തും കാര്യങ്ങളും പിന്നെ വാട്ടർ ബോട്ടിൽ, അപ്പോൾ അതൊന്നും കടത്തി വിടുന്നതല്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ റാണിപുരത്തേക്ക് മേലെയുള്ള ടോപ്പിലേക്ക് ഞങ്ങൾ കൂട്ടുകാരും നേരെയായി പോവുകയാണ്. അപ്പോൾ ഹായ്, വെൽക്കം ടു റാണിപുരം. വി ആർ ഗോയിങ്. അതാണ് ഞങ്ങൾ കൂട്ടുകാരും പരസ്പരം തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചും ഞങ്ങൾ പോവാണ്. അപ്പോൾ കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വന്യജീവികളും അതുപോലെ പാമ്പുകളും അട്ടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വരണം ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ കൂടാതെ കുറേ വിനോദസഞ്ചാരികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ കാണുന്ന ഹില്ല് ടോപ്പ്. അപ്പോൾ അതിമനോഹരമായിരുന്നു. അവിടെ ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ. അതിൻ്റെ ബാക്കിലുള്ള വിശാലമായ ഒരു കുന്നും ചെരിവുകളും അതുപോലെ മലമുകളും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാത്രികാലങ്ങളിൽ ആനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ആനയുടെ കാഷ്ടം അതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇതാണ് ആ മലനിരകൾ, വളരെ വിശാലമായ മലനിരകൾ. അപ്പോൾ കൂട്ടുകാരും ഒന്നിച്ച് ഒരുപാട് ഫോട്ടോയും വീഡിയോകളും എടുത്തു. അപ്പോൾ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോരോ പോസിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ചൂടും അതുപോലെ വേനലും വെയിലൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി, പിന്നെ കാറ്റുകളൊക്കെ വീശാൻ തുടങ്ങി. അത് ഞങ്ങളോട് കൂടെ വന്ന എൻ്റെ നാട്ടിലുള്ള എൻ്റെ കൂട്ടുകാരനാണ് ഇത്. അപ്പോൾ അവൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ്. അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. താഴെ കുന്നിൻ ചെരുവുകളിൽ വളരെ മനോഹരമായ കാഴ്ചകളും അതുപോലെ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ബാഗുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മലമുകളിൽ പോകുന്ന കാഴ്ച. വളരെ രസമുണ്ടായിരുന്നു അവിടെ. മലമുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറേ ഏകദേശം 4 കിലോമീറ്റർ നടക്കാനുണ്ടാവും അങ്ങോട്ട്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ നടന്നിട്ടാണ് ഞങ്ങൾ ടോപ്പിലോട്ട് എത്തിയത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പോകുന്നിടത്ത് ഇങ്ങനെ ഇതൊരു കയറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ മനോഹരമായ ആ കാഴ്ചകൾ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടുത്തെ പുല്ലുകളും അതുപോലെ മഴ എന്തുകൊണ്ടാണ് ഇത്രയും പച്ചപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാർമേഘങ്ങളിൽ മോദി കിടക്കുന്ന കുന്നുകളും അതുപോലെ അതിവിശാലമായ ആ ഒരു കാഴ്ചകളും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല കാശ് വീശുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ കൂടെ വന്ന് ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അതാണ് മുബഷീർ എന്ന് പറയുന്ന ബഷീർ. അപ്പോൾ ഞങ്ങൾ വളരെ രാവിലെ അവിടെ പുറപ്പെട്ടു. ഉച്ചയാകുമ്പോൾ എത്തി. അതൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയാകുമ്പോഴാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ ഒരു 4 മണിയായി. അതൊക്കെയാണ് ഈ മൂടൽമഞ്ഞിന് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുമ്പോൾ വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാറപ്പുറത്തിരുന്ന വീഡിയോകളും അതുപോലെ ഞങ്ങൾ ഓരോരോ സംസാരങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ആ മൂടൽമഞ്ഞ സമയത്ത് വളരെ മനോഹരമായിരുന്നു ആ കാഴ്ചകൾ. ഏകദേശം ഇരുട്ട് പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടായിരുന്നു. എന്നാലും ഇവിടെ മഞ്ഞും മേഘം മൂടി കാരണം വളരെ ഇരുട്ട് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം മഴ വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആ കാഴ്ചകൾ. കൂട്ടുകാരൊക്കെ താഴെ ഇറങ്ങിയിട്ട് അവിടുത്തെ ആ കാഴ്ചകൾ ആസ്വദിക്കുകയും അവിടുന്ന് വീഡിയോസുകൾ എടുക്കുകയും അതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തിന് ശേഷം ആ ഇരുട്ടൊക്കെ പോയി ഏകദേശം ഒരു നല്ലൊരു ക്ലൈമാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ യാത്രക്കാർ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന വേറെ കുറേ യാത്രക്കാരും കുട്ടികളും അതുപോലെ ചെറുപ്പക്കാരൊക്കെ പാട്ട് പാടി എൻജോയ് ചെയ്ത് പോകുന്നത് ഞങ്ങൾ കണ്ടു കൂട്ടമായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മലമുകളിൻ്റെ മേലെ ഇങ്ങനെ പതുക്കെ കയറുകയാണ് കൂട്ടുകാരൊന്നിച്ച്. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇവിടെ വരുന്നെങ്കിൽ കോട്ട് മസ്റ്റാണ്. പിന്നെ വെള്ളം കരുതുക. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വരാതിരിക്കുക എന്നുള്ളത് കാരണം ഒരുപാട് നടക്കാനുള്ളത് കാരണം നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം വരാറായി. അപ്പോൾ കുട്ടികളൊന്നിച്ച് പോകുന്ന ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ഒരുപാട് പേരും അതുപോലെ കുറേ കാസർഗോഡ് ജില്ലയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒരുപാട് പേര് പോകുന്നതുണ്ട്. അപ്പോൾ ഞങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഷോട്ടുകൾ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് യാത്രക്കാരുമായി ആ ഒരു കാഴ്ചകൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മലമുകളിൽ കണ്ട ഒരു ചെറിയ ഒരു ഇതുപോലെ മേഞ്ഞ മനോഹരമായ ആ ഒരു ഇരിക്കുന്ന സ്ഥലം.
ഈ കാഴ്ചകൾ ഒക്കെ മനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ടോപ്പിലെത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ മൊബൈലിൽ ചാർജും കുറവായിരുന്നു. അതിന് മുമ്പേ കുറച്ച് വീഡിയോകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇവിടുന്ന് 1 കിലോമീറ്റർ അധികം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കാഴ്ചയായിരുന്നു. കുറേ ആൾക്കാർ ക്ഷീണിച്ച് ഒരു ഷെഡിൻ്റെ അവിടെ കുറേ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ മഴ പെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്നുള്ളത്. അപ്പോൾ മഴയുള്ള സമയത്തും വേനലുള്ള സമയത്തും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ് റാണിപുരം. അപ്പോൾ അടുത്ത കാലത്താണ് ഇവിടെ ആളുകളൊക്കെ ദൂരദേശങ്ങളിൽ നിന്നും വരാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ അവിടെയുള്ള ആ മലമുകൾ, ആ പുൽച്ചെടികളൊക്കെ താണ്ടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാഴ്ചകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് സ്നേക്കുകളും അതുപോലെ പാമ്പുകളും അച്ചുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ കെയർലെസ് ആയിട്ടാണ് അവിടെ പോയതെങ്കിലും ദൈവത്തിൻ്റെ ഭാഗ്യം കാരണം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതാണ് മുകളിലത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പച്ചപ്പ് നിറഞ്ഞും പുല്ലുകൾ നിറഞ്ഞും ഒരുപാട് കാണാൻ മനസ്സിന് ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് റാണിപുരം. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്താറായിട്ടുണ്ട്. അവിടെ ഒരു കട ഉണ്ടായിരുന്നു, സർബത്ത് മോരും വിൽക്കുന്ന സ്ഥലം. അവിടെ ഞങ്ങൾ മോരും സർബത്തൊക്കെ കുടിച്ചു, സ്നാക്കൊക്കെ കഴിച്ചു, ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതും അവിടെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്യുകയും നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജാക്കറ്റ് എടുത്ത് ആ കാറ്റിൽ ഇങ്ങനെ വർത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ആൾക്കാർ ഓരോരോ പോസുകളും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഞങ്ങൾ എത്താറായിട്ടുണ്ട് അവിടെ. അപ്പോൾ കുറേ ആൾക്കാർ ക്ഷീണിച്ചിട്ടുണ്ട് യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റ് എടുത്ത് ആ ഒരു കലാപരിപാടികൾ തുടങ്ങി. കുട്ടികളെ പോലെ ആ കാറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ രസമായിരുന്നു. കാരണം ജസ്റ്റ് ഒന്ന് ഇതായാൽ എവിടെയോ ഒന്ന് മിസ്സാവുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ ഒരു മൊമെൻ്റ് വളരെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ യാത്രയിൽ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങളിവിടെ വരിക. അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, പല കാര്യങ്ങളും ഇവിടെ പാമ്പുകളും അതൊക്കെ കൊച്ചുകളും ഒട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക, കൂട്ടുകാരൊത്തുമായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.